അസ്സലാമലൈക്കും. ഇനി ഞാൻ അവിടെ വന്നിട്ടുള്ളത് നല്ലൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 2.5 കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് പുതിർത്തെടുത്തതാണ് കേട്ടോ. ഒരു 4-5 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെക്കുക. പിന്നെ അതുപോലെ ഒരു 400 ഗ്രാം ശർക്കര എടുത്തിട്ട് അതിലേക്ക് 3/4 കപ്പ് വെള്ളം ഒഴിച്ചെടുത്ത് ഇതൊന്ന് ഉരുക്കിയെടുക്കണം. ഇനിയിപ്പോൾ ഇതാ പച്ചരി നല്ലോണം കഴുകി എടുത്ത് ഒരു മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുക്കണം. അതിലേക്ക് 3-4 ഏലക്കായും ഒരു നുള്ള് നല്ല ജീരകം, ചെറിയ ജീരകം അല്ലേ, അത് ഇട്ട് കൊടുക്കുക. പിന്നെ ഉരുക്കിയെടുത്ത ശർക്കര വെള്ളം ഇതിൻ്റെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ അതും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ശർക്കര വെള്ളത്തിന് ചൂടുണ്ടാവരുത് കേട്ടോ. നല്ലോണം പേസ്റ്റാക്കി അരക്കരുത്, തരിയോട് കൂടി വേണം അരക്കാൻ. ഞാനിപ്പോൾ ഇവിടെ തരിയോട് കൂടി അരച്ചെടുത്തുക്കണം. അതിന് പകുതി ഒരു പാത്രത്തേക്ക് ഒഴിച്ചെടുത്തുക്കണം. ഇനി ബാക്കി പകുതിക്ക് മിക്സിൻ്റെ ജാറിലേക്ക് തന്നെ അരക്കപ്പ് ആട്ടപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആട്ടപ്പൊടിക്ക് അതിൽ മൈദപ്പൊടി വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഒന്ന് അതിലിട്ട് അരച്ചെടുക്കുക. വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ശർക്കര വെള്ളം, ഉരുക്കെടുത്ത ശർക്കര വെള്ളം അല്ലേ, അത് കുറച്ചും കൂടി ഇതിലേക്ക് പറഞ്ഞു കൊടുക്കുക കേട്ടോ. ആട്ടപ്പൊടി ഇട്ടിട്ട് അത് ഒന്ന് കറക്കി എടുത്താൽ മതി. അത് എല്ലാം കൂടി ഒന്ന് മിക്സ് ആയി കിട്ടിയാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ആട്ടപ്പൊടിയും കൂട്ടി അരച്ചത് ഞാൻ അതിക്ക് പറഞ്ഞു കൊടുക്കണേ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കണം, നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. ശർക്കര വെള്ളം ബാക്കിയുണ്ടെങ്കിൽ അതൊന്ന് ചേർത്ത് കൊടുക്കുക. കട്ടി കൂടുതലാണെങ്കിൽ കുറച്ചൊന്ന് ലൂസാക്കി എടുക്കണം കേട്ടോ. ഇനി ഒരു ചട്ടി തീ വെച്ചിങ്ങനെ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചെടുത്തുകൊണ്ട് തേങ്ങ കൊത്ത് ചെറുതാക്കി അരിഞ്ഞിട്ട തേങ്ങയാണ് അതിട്ടിട്ട് അതൊന്ന് കളർ മാറി വരുമ്പോൾ ഗോൾഡൻ കളറായി വരുമ്പോൾ ഒരു നുള്ള് നല്ല ജീരകം അതിട്ടെടുത്തുകൊണ്ട് പിന്നെ കുറച്ച് കരിഞ്ജീരകം ഇട്ടെടുത്തുകൊണ്ട് കുറച്ച് എള്ളും കൂടി ഇട്ടെടുക്കണം കേട്ടോ. ഇതിനി ചൂടോടുകൂടി തന്നെ ഈ മാവുക്ക് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കിയെടുക്കുക കേട്ടോ. ഇതാണ് കേട്ടോ ഈ മാവിൻ്റെ പാകം. ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്ത ശർക്കരയും ഒഴിച്ചെടുത്ത വെള്ളം കറക്റ്റാണ്. വേറെ വെള്ളം ഇതിലേക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഒരു ചീനച്ചട്ടി തീ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ പറഞ്ഞു കൊടുത്ത് ഇനി ഓരോ കയ്യിൽ മാവ് എടുത്ത് കണ്ടത്തേക്ക് പറഞ്ഞു കൊടുക്കുക. തീ നല്ലോണം കൂടുതലാവരുത്, നല്ലോണം കുറച്ച് വെക്കരുത് കേട്ടോ. അതിൻ്റെ മീഡിയത്തിൽ വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനിയിപ്പോൾ ഒരു ഭാഗം കളർ മാറി വന്നാൽ അപ്പുറം ഭാഗം മറിച്ചിട്ട് വേവിച്ചെടുക്കാൻ, അപ്പുറം തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുത്തിട്ട് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. ഇനി അടുത്തത് അതേപോലെ ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ നെയ്യപ്പൊക്കെ ഞാനിവിടെ ചുട്ടെടുത്തിക്കണം. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, ഉള്ളൊക്കെ നല്ല വെന്ത് വന്നിട്ടില്ല, നല്ല ടേസ്റ്റില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു നെയ്യപ്പാണ് കേട്ടോ ഇത്. അരി വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടാൽ നമുക്ക് എളുപ്പം അരച്ചുണ്ടാക്കാൻ പറ്റിയിട്ടില്ല നല്ലൊരു നെയ്യപ്പാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ ഒക്കെ അതിലൂടെ ഒന്ന് പ്രസ് ചെയ്യണം.